അപ്പം നമുക്ക് സ്കോട്ട്ലൻഡിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സൂ കാണാം. അപ്പോൾ ഇതാണ് സൂവ്. അപ്പം സൂവ് ഇത് നോക്കിക്ക് നമ്മുടെ എന്താ പറയുക ഡൈനോസറുകളൊക്കെ അവർ ഡിസ്പ്ലേ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ. അതിൻ്റെ ആ സൗണ്ടും കാര്യങ്ങളും വേരിയേഷൻസൊക്കെ ഉണ്ട്. നല്ല രസമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതൊരു ഭയങ്കര ഏക്കർ കണക്കിന് സീവറ നിൽക്കുന്നു കണ്ടോ. നല്ല രസമായിട്ടാണ് അവർക്ക് കാട്ടിലെ പോലെ തന്നെ ഇവിടെ ജീവിക്കാം. പിന്നെ പിള്ളേർ ചെറിയ സെൽഫിക്ക് വേണ്ടി അവിടെ ഒന്ന് ചൊറിയും കുത്തിയോടെ നിൽക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ പയ്യെ ടൈഗറിനെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ്. ടൈഗർ എന്നൊക്കെ അവർ കാണും. അല്ല ടൈഗർ അല്ല കേട്ടോ, ഹിപ്പോപ്പൊട്ടാമസ് സോറി. അപ്പോൾ ഹിപ്പോപ്പൊട്ടാമസ്. പിന്നെ ഇവിടെ നമുക്ക് ചെറിയ ഇങ്ങനെ ഒരു ബോട്ട് യാത്ര പോലെ നടത്താം. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ട്രെയിനിൽ കൂടെ കുറച്ച് യാത്രയൊക്കെ ചെയ്ത് ഇങ്ങനെ പിള്ളേർക്കൊക്കെ ഒരു രസമാണല്ലോ. അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇവർ പറഞ്ഞു തരും. കുറച്ച് ആനിമൽസിനെയൊക്കെ കാണാം. അപ്പോൾ ഒരു രസം പിള്ളേരെയും കൂട്ടി ഒരു ചെറിയ കുഞ്ഞു പിള്ളേർ ഇവർ ഈ കാർട്ടൂണിനകത്തൊക്കെ അല്ലേ ഇങ്ങനെ കാണുന്നുള്ളൂ. അപ്പോൾ ഒരു രസം പിള്ളേർക്ക് വലിയ പൈസയൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങളിങ്ങനെയൊക്കെ പോകുന്ന വഴിക്ക് നമ്മൾ ചെറിയൊരു ചിമ്പാൻസീനെയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ ചെറിയ വരയാടുകളോ അങ്ങനെ എന്തൊക്കെയൊക്കെയോ സംഭവങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ നമുക്ക് കാണാം. നമുക്ക് കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് നടന്ന് കാണാം. കുറച്ച് നമുക്ക് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാറിലൂടെ ചുറ്റി സഞ്ചരിച്ചാണ് നമ്മൾ കാണുന്നത്. ഇതുണ്ട് ഒരു ചിമ്പാൻസി അതിലൂടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ നമ്മൾ ഈ കാട്ടിൽ കൂടെയൊക്കെ ഇങ്ങനെ വണ്ടിയിലൊക്കെ പോകത്തില്ലേ, ഡിസ്കവറി ചാനലൊക്കെ പോലെ അതുപോലെയൊക്കെ ഇത് കണ്ടോ. ഇതാണ് നിങ്ങളുടെ വീടും കാര്യമാണ്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ലൊക്കേഷനാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകം. അപ്പം ട്രെയിനൊക്കെ നിന്നു. അപ്പോൾ ഞങ്ങൾ വയ്യ ഇറങ്ങി. ഇത് ഓസ്ട്രിച്ചാണ് കേട്ടോ. ഓസ്ട്രിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുന്നത്. ഇതാണ് ഓസ്ട്രിച്ച്. പിള്ളേർക്ക് ഇതൊക്കെ ഒരു പ്രത്യേക ഒരു അനുഭൂതിയും കാര്യങ്ങളൊക്കെയാണ്. അവർ ഈ എന്താ പറയുക അല്ലാണ്ടൊക്കെയല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ റിയലായിട്ട് ഇതാണ് നമ്മുടെ ജിറാഫാണ് കേട്ടോ. ജിറാഫ് പണ്ടത്തെ എൻ്റെ കുട്ടിക്കാലമൊക്കെയാണ് എനിക്കിതൊക്കെ കണ്ടപ്പോൾ ഓർമ്മ വന്നത്. അപ്പം എന്താ ജിറാഫ് കണ്ടോ നോക്കിക്കാൻ. അതിൻ്റെ കഴുത്ത് എന്തൊരു വലുതല്ലേ. അതിന് 2 കാലും കൊണ്ട് ഒരു തൊഴു കൊടുത്തു കഴിഞ്ഞിട്ടാണ് ആ മുന്നത്തെ കാലം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലൈനെ പോലും കില്ല് ചെയ്യാൻ പറ്റുമെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 15 മാസമാണ് ഇതുങ്ങളിങ്ങനെ എന്താ പറയുക പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുന്നത്. അങ്ങനെയാണ് അതിൻ്റെ സംഭവം. പിന്നെ നിന്നുകൊണ്ടൊക്കെയാണ് ഇതുങ്ങൾ ഉറങ്ങുന്നതെന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ വളരെ റെയറായിട്ട് മാത്രമേ അതുങ്ങളിങ്ങനെ കഴുത്ത് ചുരുട്ടി പിടിച്ചിട്ട് കിടന്നു. പിന്നെ ഞങ്ങൾ അതിലൂടെ ഇങ്ങനെ വയ്യപ്പയ്യെ മന്ദം ഇങ്ങനെ നടന്നു. ഇതാണ് ഒരു ചെറിയൊരു കാസിൽ പോലത്തെ ഒരു സംഭവമാണ് കണ്ടോ. പിന്നെ ഇത് പിള്ളേർക്ക് കളിക്കാനുള്ള ഏരിയയും ഉണ്ട് കേട്ടോ. നമുക്കിതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ കയറി കഴിഞ്ഞിട്ട് നല്ല പൈസയാണ്. അപ്പോൾ നമ്മളൊരു 3 മണി കഴിഞ്ഞിട്ടുള്ള സമയത്താണ് കയറുന്നത്. കാരണം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു 90,000 രൂപയാവും അല്ലാത്ത സമയത്ത് കയറി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് നോക്കിയേ എല്ലാ സംഭവങ്ങളും ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും എന്താ പറയുക നഷ്ടമാവത്തില്ല. അപ്പം 3 മണി കഴിഞ്ഞിട്ടും 4 മണി കഴിഞ്ഞിട്ടും കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര കുറവായിരിക്കും റേറ്റും കാര്യങ്ങളും. പിന്നെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് എന്തെങ്കിലും കൊശുത്തീറ്റ വാങ്ങിച്ചില്ലെങ്കിൽ അവർക്ക് ഭയങ്കര വിഷമമൊക്കെയാണ്. അപ്പം കൊശുത്തീറ്റ വാങ്ങിക്കാൻ വേണ്ടിയുള്ള പോയിട്ടുണ്ട് കെട്ടിയാണ്. കൊശുത്തീറ്റ വാങ്ങിച്ച് കെട്ടിയെന്നല്ലേ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് കാണിച്ചു തരാം നിങ്ങളെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീ ലൈനാണ്. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഇത് കണ്ടോ, അവളുമാർ അതിനകത്തൂടെ കിടന്ന് ചിടുങ്ങി നടക്കുന്നുണ്ട്. കണ്ടോ നിങ്ങൾക്ക് കാണാൻ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഇവളുമാരിങ്ങനെ കുണ്ടിയും കുലുക്കി ഇങ്ങനെ നടക്കുന്നുണ്ട്. നോക്കിക്കേ, കാണിച്ചു തരാവേ. അത് അവിടെ പെൻഗ്വിൻ നിൽക്കുന്നുണ്ട്. പെൻഗ്വിൻ ആ പുള്ളിക്കാരൻ അവിടെ ഇങ്ങനെ ഫുഡുകളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, കൂടെ മയിലും കണ്ടോ അവളുമാർ കുണ്ടിയും കുലുക്കി പോകുന്നത്. അപ്പം ഇതാണ് സംഭവം. അപ്പം നിങ്ങൾക്ക് ഞാൻ അടുപ്പിച്ച് കാണിച്ചു തരാം കേട്ടോ. അടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുമേ, കാണിച്ചു തരാം. കണ്ടോ കൂടെ അതിൻ്റെ കൂടെ മയിലും നിൽപ്പുണ്ട്. എനിക്കൊന്ന് ഇവർ തമ്മിൽ ഭയങ്കര ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും. കണ്ടോ അതിന് നിങ്ങളുടെ നടപ്പ് നോക്കിയേ. കണ്ടോ നല്ല ഭംഗിയില്ല കാണാനായിട്ട്. പിന്നെ ഇത് ചെറിയ മെറിക്കാറ്റ് എന്നൊക്കെ പറഞ്ഞൊരു സംഭവം തോന്നുന്നു കേട്ടോ. ഇത് കണ്ടോ മയിൽ. ഇതാണ് ഇവിടുത്തെ സ്കോട്ട്ലൻഡിലെ മയിൽ. നമ്മുടെ നാട്ടിലെ ആയാലും ഇവിടെ ആയാലും. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഒരു ചെറിയൊരു കുരങ്ങൻ വർഗ്ഗത്തിൽപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ. ഇതിന് പറയുന്ന ലെമ്യൂന്നോ എന്തോ പറഞ്ഞ സംഭവമാണ്. കണ്ടോ നിങ്ങൾ കിടന്ന് കുട്ടി ആടുന്ന കണ്ടോ. ശരിക്കും പറഞ്ഞാൽ മനുഷ്യന്മാരുടെയൊക്കെ കോപ്രായങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതുങ്ങൾ കാണിക്കുന്നത്. കണ്ടോ. പിന്നെ ഇതാണ് ടൈഗർ. കണ്ടോ എൻ്റെ ദൈവമേ, ടൈഗർ കണ്ടോ. ഒറ്റ ടൈഗറേ ഉള്ളൂ. പക്ഷെ ടൈഗറിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നോക്കി അസൽ കാട്ടിലെ പോലെ തന്നെയൊക്കെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ടോ ചെറിയ അത് നിങ്ങൾക്ക് ചാടി കളിക്കാനും പിന്നെ ചെറിയ അരുവികളും അതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഫാമിലുള്ള ആനിമൽസിനെ കാണാൻ പറ്റും. വലിയധികം ആനിമൽസ് ഒന്നുമില്ല, എന്നാലും ഇത് പിള്ളേർക്ക് ചുമ്മാ സെൽഫിയൊക്കെ എടുക്കാം. ഇത് കണ്ടോ ചെറിയ കഴുതകൾ. ഇത് കണ്ടോ വലിയ പന്നി. പന്നീനെ നോക്കിയേ, ഒരു 19 കിലോ ആണ്. അത്രയും വലിയ തടിച്ച പന്നിയാണ്. നോക്കിയേ
ഗുറു ഗുറു ഗുറുന്നൊക്കെ അത് കരയുന്നൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഇതാണ്ട് അവിടെ കഴുതുകൾ കിടന്നിട്ട് ഡാൻസ് കളിക്കുക എന്തൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം ഇത് വേറെ ഒരു സംഭവമാണ് കേട്ടോ. ഇതിന് പറഞ്ഞ പേര് ഞാൻ ഇതാണ് ടാംബ്രിൻ എന്ന് പറഞ്ഞൊരു തരം ചെറിയ സംഭവമാണ്. ഇതാണ് ഞാനത് നോക്കി, എനിക്കല്ലെങ്കിൽ അറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി നോക്കിക്കേ. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മെറിക്കാറ്റ്. ഇതാണ് മെറിക്കാറ്റ്. നോക്കിക്കേ, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് പോലും അറിയത്തില്ല. ഇതാണ് മെറിക്കാറ്റിൻ്റെ അതുങ്ങളുടെ കൂടാരങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതുങ്ങൾ അവിടെ കുഴിച്ചും പിടിച്ചൊക്കെ ഇത് ചെറിയ ചെറിയ പിള്ളേർക്ക് ഇവിടെ വരുമ്പം കളിക്കുക. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, എവിടെയെങ്കിലും പോകുമ്പോൾ കൊച്ചുതീറ്റ ഇല്ലെങ്കിൽ പിള്ളേർക്ക്. അപ്പോൾ ഇതാണ് അവിടുത്തെ സ്പെഷ്യൽ വാഫറും പിന്നെ കുറച്ച് ചിപ്സും നല്ല ഐസ്ക്രീമും വാഫറും. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. പിള്ളേർ ഹാപ്പി, ഞാനും ഹാപ്പി. അപ്പം ഇതൊക്കെയാണ് സംഭവം എന്നൊക്കെ പറയണത്. പിന്നെ ഞങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്ത് കാണുവാണ്. ഇതൊക്കെ മാനാണ്. അപ്പോൾ ഡ്രൈവ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വളരെ സുരക്ഷാ ഇതിലാണ് പോകുന്നത്. നമ്മൾ ഉള്ളിൽ കൂടെ നമ്മൾ ഡ്രൈവ് ചെയ്ത് നിങ്ങളെ കാണാം. മാൻ്റെ വെറൈറ്റി മാനുകളെയാണ് നമ്മളിവിടെ കണ്ടു നോക്കുന്നത്. നോക്കിയേ, കണ്ടോ, കൂടെ നമുക്ക് കുരങ്ങന്മാരെയും കാണാം, പിന്നെ ലൈനേയും കാണാം. അപ്പോൾ ഇവരെപ്പോഴും പറയും നമ്മളോട് എന്താ പറയുക, ഡോറൊക്കെ ഷട്ട് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കിടന്നത്. അതിൻ്റെ മുകളിൽ കണ്ടോ അവിടെ സെക്യൂരിറ്റി നിൽപ്പുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മളെ കുറച്ച് വാഹനങ്ങളെ കടത്തി വിടുന്നുണ്ടോ. സിംഹത്തിൻ്റെയൊക്കെ അടുത്തുകൂടെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്നത്. അപ്പം എപ്പോഴും നമ്മൾ ഡോറ് എന്താ പറയുക, ഗ്ലാസ് എപ്പോഴും താത്തിയിടണം. കണ്ടോ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുരങ്ങന്മാരാണ്. കുരങ്ങന്മാർ ഭയങ്കര അറ്റാക്കിങ് ചെയ്യുന്നതാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എന്താ പറയുക ക്ലോസ് ചെയ്ത് വെക്കാൻ പറയും. അല്ലെങ്കിൽ കണ്ടോ നോക്കിക്കേ, ചിലരുടെയൊക്കെ വാഹനത്തിൻ്റെയൊക്കെ മുകളിലൊക്കെ ഈ കുരങ്ങന്മാർ ചാടി പിടിച്ചൊക്കെ കയറിയിരിക്കുവേ. പോകുന്ന വഴിക്ക് നോക്കി കൊച്ചിനെയും പിടിച്ചോണ്ട് ഒരു കുരങ്ങുകൾ നോക്കി. ആ പുള്ളിക്കാരത്തി ഇതൊന്നും അറിയാണ്ട് അവിടെ ഇരുന്ന് ചായയും കുടിച്ചിരിപ്പുണ്ടായി. അത് കണ്ടോ കുരങ്ങന്മാർ അതായത് നമ്മളെപ്പോലെ നോക്കുന്നു നോക്കിക്കേ. അപ്പം ഇതൊക്കെയാണ് സംഭവം എന്നൊക്കെ പറയുന്നത്. കണ്ടോ, ഇതാണ് ക്യാമൽ കേട്ടോ, ഇവിടുത്തെ ക്യാമൽ. നോക്കി അതിൻ്റെ മുകളിലത്തെ കുടുംബാസനം നോക്കിക്കേ. ഇതാണ് ഇവിടുത്തെ ക്യാമൽ. നോക്കി സ്കോട്ട്ലൻഡിലെ ക്യാമലെ നോക്കിക്കേ. ഡെസേർട്ടിലെ പോലെ അത്ര സെറ്റല്ലെങ്കിലും